ഹായ്, എൻ്റെ പേര് നയൻതാര. എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡിൽ റേഡിയൽ ഹെഡ് ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ടായിരുന്നു. ആ റേഡിയൽ ഹെഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് തുടർന്ന് എനിക്കൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു ഹല്യ ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് എൻ്റെ കൈ ബാൻഡേജിലായിരുന്നു, ഫുൾ 90 ഡിഗ്രി പൊസിഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ലിമിറ്റഡ് മൊബിലിറ്റി ബെൽറ്റും കയ്യിലിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കൈ നിവർത്താനോ വേറൊരു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ലാപ്ടോപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോലും കൈ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരണത്, ഫിസിയോതെറാപ്പി ക്ലിനിക്കിലോട്ട്, സൂര്യൻ ചേട്ടൻ്റെ അടുത്തോട്ട്. പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 20 days ആയി കാണും. ഇപ്പോൾ ഓൾമോസ്റ്റ് കൈ പൊക്കാനും നിവർത്താനും പിന്നെ ഇങ്ങനെ മടക്കാനും തിരിക്കാനും എല്ലാത്തിനും ഇപ്പോൾ പറ്റുന്നുണ്ട്. എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സർജറി കഴിഞ്ഞുകൊണ്ട് തന്നെ കൈ നല്ല വേദന ഉണ്ടായിരുന്നു. കൈ നല്ലൊരു വീക്കവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈ മൊത്തത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഇവിടുത്തെ 20 daysലുള്ള ഒരു തെറാപ്പി കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഓൾമോസ്റ്റ് എനിക്കുള്ള ടൈം, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ ആക്കിയിട്ട് ഹി മാനേജ് ഇറ്റ് വെൽ. ആൻഡ് ഈ കയ്യിൽ വേദന ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കുറച്ച് ദിവസം ഞങ്ങൾ മെഷീൻസ് ഒക്കെ വെച്ചിട്ടായിരുന്നു കുറച്ച് പെയിൻ കുറച്ചത്. പക്ഷെ എന്നാലും വേദന നല്ലോണം ഉണ്ടായിരുന്നു. എനിക്ക് 90% മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10% കൂടി ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോ കോൾ സെഷൻസ് കൂടെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഡോക്ടർ ഫിസിയോ.